ഹായ് സുഹൃത്തുക്കളെ, ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ ചിലരുടെ കുട്ടിക്കാലം. ചിലരുടെ കുട്ടിക്കാലം നല്ല മനോഹരമായിരിക്കും. നമുക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു കുട്ടിക്കാലം. അത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ചിലവരുടെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ അവർ കരയും. ഞാൻ ഇത്ര അനുഭവിച്ചതാണ് ഈ കുട്ടിക്കാലത്ത്. അത്രയ്ക്കും കളിച്ച് നടക്കേണ്ട സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ച് എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ പലർക്കും പല രീതിയിലാണ് കുട്ടിക്കാലം. ഓരോരുത്തരുടെ ഓർമ്മകൾ പല രീതിയിലാണ്. ചിലവർക്ക് സന്തോഷം തരും, ചിലവർക്ക് ദുഃഖം തരും. അതിൽ എനിക്കറിയാവുന്ന ഒരാളുടെ കുട്ടിക്കാലമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിക്കാലം ഭയങ്കര വിഷമം പിടിച്ച കുട്ടിക്കാലമായിരുന്നു. അച്ഛനും അമ്മയായിരുന്നു. 3 മക്കൾ, 2 ആണും 1 പെണ്ണുമാണ്. അച്ഛനാണെങ്കിൽ മുഴുക്കുടിയനാണ്. എന്നും കുടിച്ചിട്ട് വന്ന് വീട്ടിൽ വഴക്കാണ്. അമ്മ ജോലിക്ക് പോവും. ജോലി ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ സാധനങ്ങളുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് വയ്ക്കുമ്പോൾ അച്ഛൻ കുടിച്ച് വന്ന് വഴക്കുണ്ടാക്കി അതെടുത്ത് പുറത്തെറി ആഹാരം. അങ്ങനെ അടിയും വഴക്കുമാണ്. അങ്ങനെ ഭയങ്കരമായ വിഷമം ആണ്. ഈ 3 കുഞ്ഞുങ്ങൾ ഇത് കണ്ട് സങ്കടപ്പെടും. അമ്മ ഈ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് പോലും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വിഷമം പിടിച്ചതാണ്. അച്ഛനെ കാണുമ്പോഴേ പേടിയാവും. കുടിച്ചിട്ട് വന്ന് ഈ കുഞ്ഞുങ്ങളെ അച്ഛൻ അടിക്കും. അതിൻ്റെ ഇടയിൽ അമ്മ ചെന്ന് കയറുമ്പോൾ അമ്മേനെ അടിക്കും. അങ്ങനെ എന്നും വഴക്കും പ്രശ്നങ്ങളും നിറഞ്ഞൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടിക്കാലം. ഒരിക്കൽ അവരച്ഛൻ അവരെ ഉപേക്ഷിച്ച് എവിടെയോ പോയി. എവിടെയെന്ന് അറിയില്ല. അവർ തിരക്കിയിട്ടൊന്നും കണ്ടില്ല. അവരച്ഛൻ ഉപേക്ഷിച്ച് പോയി. പിന്നെ അമ്മയും ഈ 3 മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ രാവിലെ ജോലിക്ക് പോകും. അപ്പം ആൺകുട്ടികളോട് പറയും, പെങ്ങളെ നോക്കിക്കോണം, സ്കൂളിൽ കൊണ്ടുപോകുമ്പം സൂക്ഷിച്ച് കൊണ്ടുപോകണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം, അമ്മ വരുമ്പോൾ സന്ധ്യയാവും, അതുകൊണ്ട് പെങ്ങളെ എപ്പോഴും നോക്കിക്കോണമെന്ന് ഈ 2 സഹോദരങ്ങളോടും അമ്മ എപ്പോഴും പറയും. രാവിലെ അമ്മ ജോലിക്ക് പോകും. സ്കൂൾ സമയമാകുമ്പം ഈ 3 പേരും സ്കൂളിൽ പോകും. അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് അവർ തിരിച്ച് വരുന്നത്. വരുമ്പം വൈകിട്ട് കഴിക്കാനൊന്നും കാണില്ല. അപ്പം അവിടെ മാവിൻ്റെ വീട്ടിലൊക്കെ പോയി മാങ്ങ, പുളി ഉള്ള സമയത്ത് പുളിയും വെള്ളവും കുടിക്കും. മാങ്ങ അങ്ങനെയൊക്കെ പറക്കി കഴിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. പിന്നെ അമ്മ വന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് സാധനങ്ങൾ മേടിച്ച് വേവിച്ചാൽ മാത്രമേ പിന്നെ അവർക്ക് ആഹാരം കഴിക്കാൻ സമയമുള്ളൂ. രാത്രി 8 മണിയൊക്കെ ആവും. അനിയത്തിയും അനിയനും ഒക്കെ ഉറങ്ങും. അമ്മയുടെ കൂടെ മൂത്ത മോൻ സഹായിക്കാൻ നിൽക്കും. ഉറങ്ങിക്കിടക്കുന്ന അനിയനെയും അനിയത്തിയും വിളിച്ചിട്ട് അമ്മ ഉണർത്തിയിട്ടാണ് ആഹാരം കൊടുക്കുന്നത്. വാരി കൊടുക്കും. അമ്മ കഴിക്കുകയെന്ന് പറഞ്ഞ് വാരി കൊടുക്കും. അത്രയ്ക്ക് കഷ്ടപ്പാടായിരുന്നു അവരുടെ കുട്ടിക്കാലം. സ്കൂൾ വിട്ട് വന്നാൽ കളിക്കാൻ പോകാൻ പറ്റത്തില്ല. വീട്ടിൽ അമ്മ വരുന്നതിന് മുമ്പേ കുറച്ച് വെള്ളമൊക്കെ കോരി വയ്ക്കണം, കുറച്ച് ജോലികളൊക്കെ ചെയ്യണം. അത് ഈ മൂത്ത പയ്യനാണ് ചെയ്യുന്നത്. അവർ 3 പേരും കൂടിയാണ് പഠിക്കാൻ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ചില കുട്ടികളുടെ അച്ഛൻ സ്കൂളിൽ ചില കുഞ്ഞുങ്ങളെ കൊണ്ടാക്കും. അപ്പോഴത്തേക്ക് ഈ ഇളയ അനിയത്തി ചോദിക്കും, നമ്മുടെ അച്ഛൻ ഇല്ലല്ലോ, അച്ഛൻ എവിടെ പോയേക്കാണെന്നൊക്കെ ചോദിക്കും. അപ്പം ചേട്ടൻ പറയും, അച്ഛൻ വരും, ഒരു ദിവസം വരും. എന്ന് വരും? തോനേ നാളായല്ലോ അച്ഛനെ കണ്ടിട്ട്. അച്ഛൻ വരുമ്പോൾ നിനക്ക് ഉടുപ്പും മുട്ടായി ഒക്കെ വാങ്ങിക്കൊണ്ട് തരും എന്ന് ഈ ചേട്ടൻ ഈ അനിയത്തിയോട് പറഞ്ഞ് സമാധാനപ്പെടുത്തും. അനിയത്തി എന്നെങ്കിലും അച്ഛൻ ഉടുപ്പും മുട്ടായിയുമായിട്ട് വരുമെന്നും പറഞ്ഞ് ആ കുഞ്ഞു മനസ്സ് എന്നും കാത്തിരിക്കും. കൂടെയൊക്കെ ചോദിക്കും, ചേട്ടാ ഇതുവരെ അച്ഛൻ വന്നില്ലല്ലോ. അപ്പോൾ ചേട്ടൻ പറയും, വരുമെന്ന്. അവരെ അച്ഛൻ്റെ ആളുകളോ അമ്മയുടെ ആളുകളോ ആരും അവരെ സഹായിച്ചില്ല. അത്ര കഷ്ടപ്പെട്ടാണ് അവരമ്മ രാപകലില്ലാതെ ഈ മക്കളെ വളർത്തിയത്. അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മൂത്ത ചേട്ടൻ ജോലിക്കിറങ്ങി. അമ്മയ്ക്ക് ഒരു സഹായത്തിന് വേണ്ടി. ബാക്കി 2 പേരും പഠിക്കട്ട് എന്ന് ഈ ചേട്ടൻ വിചാരിച്ചു. അമ്മയോടൊപ്പം ജോലിക്കിറങ്ങി ബാക്കി 2 പേരെയും ഈ സഹോദരൻ പഠിപ്പിച്ചു. ചേട്ടൻ എപ്പോഴും 2 പേരോടും, അനിയനോടും അനിയത്തിയോടും പറയും, നിങ്ങൾ നമ്മുടെ കുട്ടിക്കാലം ഓർക്കണം. നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല, നല്ലൊരു ആഹാരം കഴിച്ചിട്ടില്ല, അങ്ങനെ വളർന്ന നമ്മളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഓർക്കണം. നമ്മൾ വലിയൊരാളായാൽ പോലും നമ്മളത്തെ പണ്ടത്തെ കാര്യം ഒന്നും മറന്നു പോകരുത്, നമ്മൾ ജീവിച്ച കാര്യം എന്നൊക്കെ എപ്പോഴും സഹോദരങ്ങളെ ഉപദേശിക്കും. ആ ചേട്ടൻ സഹോദരങ്ങളോട് പറയും, ഒരിക്കലും എന്നെ മറന്നാൽ പോലും അമ്മയെ മറക്കരുത്. നമുക്ക് വേണ്ടി ജീവിച്ച അമ്മയാണ്. അച്ഛൻ കളഞ്ഞിട്ട് പോയപ്പോൾ അത്ര കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ജീവിച്ച അമ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നൊക്കെ സഹോദരങ്ങളെ ഉപദേശിക്കും. ആ 2 സഹോദരങ്ങളും പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് നല്ല നിലയിലെത്തി. 3 പേരും നല്ല സന്തോഷത്തിലാണ്. അമ്മയെ പൊന്നേ പോലെ നോക്കും. നല്ല സ്നേഹമാണ് അമ്മയോട്. ഇത്രയൊക്കെ പണമൊക്കെ സമ്പാദിച്ചിട്ട് പോലും അവരുടെ പണ്ട് ജീവിച്ചത്, പണ്ടത്തെ കുട്ടിക്കാലം ഇന്നും അവർ മറന്നിട്ടില്ല. ഇന്നും എപ്പോഴും പറയും ആ കുട്ടിക്കാലത്തെക്കുറിച്ച്.